ആ റഷീദേ ഒരു മിനിറ്റ്. പിന്നെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്തിരുന്നു ഈ പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഓഫീസിലെ കാര്യം ചോദിച്ചാൽ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ വീട്ടിലത്തെ കാര്യം ചോദിക്കും. ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. എന്തായി യുഎയിലെ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ്? ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ പോവാ, എന്നിട്ട് നമുക്ക് കാര്യം ചർച്ച ചെയ്യാം. ഓക്കെ, ചോദിക്കട്ടെ. നമ്മളെ യുഎയില് 1-ാം തീയതി ആംനസ്റ്റി സ്റ്റാർട്ട് ചെയ്ത് എന്താണ് അതോറിറ്റി പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? എല്ലാവർക്കും ഔട്ട് പാസ് ഒക്കെ കിട്ടുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിലും കൃത്യമായിട്ടും നടക്കുന്നുണ്ട്. ഔട്ട് പാസിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്രൂവൽ ആവുന്നുണ്ട്. ചില ആളുകൾക്ക് എമിഗ്രേഷനിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അത് അവരെ ഫിംഗർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വിസ റിന്യൂവൽ ഫൈനുള്ള ആളുകൾക്ക് ഫൈന് കാണിക്കാൻ തന്നെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചില ആളുകൾക്ക് വേറെ പുതിയ വിസ എടുത്തുകൊണ്ട് മാറാനുള്ള ആൾക്കാർ, നാട്ടിലേക്ക് പോകേണ്ടാത്ത ആളുകൾ, അവർക്കും ഫൈനില്ലാതെ പുതിയ വർക്ക് പെർമിറ്റ് അടിച്ചിട്ട് അതിലേക്ക് മാറാനും പറ്റുന്നുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം ഒഫീഷ്യൽസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുമുണ്ട്, ഇത് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് ആരും വെക്കാതിരിക്കുക വിഷയത്തെ. കാരണം മാറാനുള്ള ആളുകൾ, വിസ മാറാനുള്ള ആളുകൾ പെട്ടെന്ന് വിസ മാറുക, അല്ലെങ്കിൽ ഔട്ട് പാസ് അടിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ആളുകൾ പെട്ടെന്ന് ഔട്ട് പാസ് അടിച്ച് നാട്ടിലേക്ക് പോകുക. ഇനി ഈ ഒരു ആംനസ്റ്റിയുടെ സൗകര്യം ഈ 2 മാസത്തിൻ്റെ എൻഡിലേക്ക് വെച്ചിട്ട് ആ സൗകര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കരുത്. ഇവർ പറഞ്ഞിട്ടുള്ളത് നോ ബാൻ നോ ഫൈൻ. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.